CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ ഒരു ജാഥ നയിക്കുന്നുണ്ട്. അതിലൊരു രസകരമായ സംഗതി കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതിപ്പോൾ വലിയ ട്രോള് കൂടിയിട്ടാണ്. ഈ വികസന മുന്നേറ്റ ജാഥ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ ജാഥയിൽ കോഴിക്കോട് ബാലുശ്ശേരിയിൽ വെച്ചിട്ട് ഒരു സംഭവമുണ്ടായി. ഇതിൽ ബാലുശ്ശേരിയിൽ വെച്ച് ഈ ജാഥയ്ക്കിടയിലേക്ക് ഒരാൾ കടന്നു വരികയും വേദിയിലേക്ക് മൊയ്തീൻ എന്നാണ് അയാളുടെ പേര്, അയാൾ കുറച്ച് തുക ME ഗോവിന്ദൻ മാസ്റ്റർക്ക് കൈമാറുന്നുണ്ട്. ആ തുക തനിക്ക് പെൻഷൻ കിട്ടിയ തുകയാണ്, ഇത് പാർട്ടിക്ക് സംഭാവനയായിട്ട് തരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന് കൈമാറുന്നു. ഈ പൈസ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. തിരിച്ച് ME ഗോവിന്ദൻ പറയുന്നത് ഇത് സംഭാവനയായിട്ട് തന്നെ ഞങ്ങൾ കണ്ടു, തൽക്കാലം നിങ്ങൾ കൈ വെച്ചോളൂ എന്നും പറഞ്ഞ് തിരികെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നു. ഈ പെൻഷൻ കിട്ടിയ തുക ഈ മൊയ്തീൻ അതോടൊപ്പം പറയുന്നുണ്ട്, ഇനി UDF സർക്കാർ വന്നാൽ ഈ പെൻഷൻ ഞങ്ങൾക്ക് കിട്ടുകയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇത് കൊടുത്തിരുന്നത്. ഈ മൊയ്തീൻ ഈ പൈസ ME ഗോവിന്ദൻ തിരികെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇത് സംബന്ധിച്ച് മറ്റൊരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാകുന്നത്. അത് ഈ മൊയ്തീൻ പറയുന്നു, എന്നോട് കുറച്ച് നേതാക്കൾ വന്നിട്ട് പറഞ്ഞു ഈ പൈസ നിങ്ങൾ കയറി അയാൾക്ക് കൊടുക്കുക, അയാൾ നിങ്ങൾക്ക് തിരിച്ച് അതേ കണക്കിന് തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പണം ഞാൻ കൊടുത്തത് എന്ന് ഈ മൊയ്തീൻ പറയുന്നുണ്ട്. ഇതോടെ CPMനെതിരെ ME ഗോവിന്ദനെതിരെ ഈ ജാഥയ്ക്കെതിരെ വലിയ തരത്തിലുള്ള ട്രോളുകൾ വന്നു. PR പരിപാടിയാണോ ഈ നടക്കുന്നത്, ഒരു PR സ്റ്റാൻഡാണോ നടക്കുന്നത്, CPM ഇത്തരത്തിലുള്ള ഒരു രീതി ഇതിനു മുമ്പ് കൈക്കൊണ്ടിരുന്നില്ല എന്നടക്കമുള്ള വലിയ വിമർശനങ്ങളാണ് വരുന്നത്. ഇതിന് പിന്നാലെ ഈ മൊയ്തീൻ്റെ മറ്റൊരു വീഡിയോ കൂടി പുറത്തു വന്നു. അതിൽ പറയുന്നത്, ഞാൻ ശരിക്കും എനിക്ക് കിട്ടിയ പെൻഷൻ തുക കൊടുത്തതാണ്, ആരും പറഞ്ഞിട്ട് ചെയ്തതല്ല, ഇതിന് പിന്നിൽ മറ്റാരും ഇല്ല എന്നൊക്കെ വിശദീകരിക്കുകയാണ്. നമുക്കറിയാം ആദ്യത്തെ ഒരു വീഡിയോ വന്നിട്ട് അതിൽ വലിയ വിമർശനങ്ങൾ വരുമ്പോഴാണ് ഈ രണ്ടാമത്തെ വീഡിയോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വസ്തുത എന്താണെന്നുള്ളത് മൊയ്തീന് മാത്രമായിരിക്കാം അറിയാവുന്നത്. നിഷാദ്, മുമ്പൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിരുന്ന തരത്തിലുള്ള രസകരമായ സംഗതികളാണ് ഈ ജാഥയിൽ കണ്ടത്. ആദ്യം ഇതര സംസ്ഥാന തൊഴിലാളികളെ മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ജാഥയിൽ ഒരാൾ വന്നിട്ട് തുക കൊടുക്കുന്നു, പിന്നീട് ആ തുക അങ്ങനെയല്ല കുറച്ച് നേതാക്കന്മാർ പറഞ്ഞ പ്രകാരം ചെയ്തതാണെന്ന് വരുന്നു. എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്? അല്ല, എനിക്ക് ആദ്യത്തെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് എന്തൊക്കെയോ അസുഖകരമായ സംഗതി തോന്നിയിരുന്നു. ഒരുപാട് പേർക്ക് തോന്നി, ഒത്തിരി പേര് അത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് മൊത്തം സ്റ്റേജ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് എന്ന മട്ടിൽ. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നു, ഞാനത് കളിച്ചതാണ്, എന്നോട് നേതാക്കന്മാർ തന്നെ വന്ന് പറഞ്ഞു പൈസ കൊടുക്കുക, പുള്ളി തിരിച്ച് PCയിലിട്ട് തരും എന്ന് പറഞ്ഞു. അത് കക്ഷി പറയുന്നത് ഏതെങ്കിലും മൈക്കിന് മുമ്പിലൊന്നുമല്ല, ആരോ വീഡിയോ ഓണാക്കി വെച്ചിട്ട് അതിൽ സംസാരിക്കും. പുള്ളി വളരെ ഓർഗാനിക്കായി പറയുകയാണ് എന്താണ് സംഭവിച്ചതെന്ന്. അതിനുശേഷം സുകേഷ് പറഞ്ഞ പുതിയ വീഡിയോ ഞാനിപ്പോൾ കണ്ടത് കൈരളിയിലാണ്. കൈരളി അത് അദ്ദേഹത്തിൻ്റെ ബൈറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ സ്ഫുടമായ ഭാഷയിൽ പറഞ്ഞു, ഞാൻ തന്നെ ചെയ്തതാണത്, എന്നെ ആരും സഹായിച്ചിട്ടില്ല, പ്രത്യേകമായ നിർദ്ദേശം തന്നിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തോട് ഏതോ നേതാക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് തന്നിട്ടുള്ള പൈസയായിട്ട് നിങ്ങളുടെ കയറുക, ഗോവിന്ദ മാഷിനെ കൊടുക്കുക, നിങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും സർക്കാർ വന്നാൽ പെൻഷൻ മുടങ്ങിപ്പോവും, ആ ഗോവിന്ദ മാഷിനെ തിരിച്ച് കയ്യിൽ തരും എന്ന് സംഭവിച്ച് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെയാണ് സംഭവിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇപ്പോൾ ഇത്തരം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഏർപ്പാടുകൾ ചെയ്യുക, PR ഇത്തരത്തിലുള്ള സ്റ്റേജ് പരിപാടികൾ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്, എല്ലാവരും ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ CPMമാർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം അത് കുറച്ചൊരു ഒരു ജൈവിക സൗന്ദര്യത്തിൽ ചെയ്യണമല്ലോ. അത് ചെയ്യാൻ ഗോവിന്ദ മാഷിനെ പോലുള്ള ആൾക്കാർക്ക് ചെയ്യാനുള്ള പാടൊരു പ്രശ്നമായിരിക്കും. പിണറായി വിജയനൊക്കെ ആ പ്രശ്നമുണ്ടല്ലോ. ഒന്നാമത് ഇവർക്ക് അനുകൂലമാണ് അപ്പുറത്ത് മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വിമർശിക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഈ സ്ക്രിപ്റ്റ് എഴുതിയ പരിപാടി നടത്തുന്നതെന്ന് ഓർക്കണം ഈ വിമർശനത്തിൻ്റെ കൂടെ. അപ്പോൾ ഈ ഇവരുടെ പ്രശ്നം ഗോവിന്ദ മാഷിൻ്റെ വാർത്താ സമ്മേളനം തന്നെ കണ്ടിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സന്ദർഭത്തെയോ വിവാദ കാലത്തെയോ അഭിസംബോധന ചെയ്യാൻ വരികയാണെങ്കിൽ അദ്ദേഹം അത് നന്നായി ടാക്കിൾ ചെയ്യാൻ അങ്ങനെ പൂർണ്ണമായി ശേഷിയുള്ള ഒരാളല്ല. ചിലപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ക്വസ്റ്റ്യൻസ് പോലും എടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ അദ്ദേഹം ചില സമയത്ത് അത് കൂടുതൽ സങ്കീർണ്ണമാക്കി കളയുന്നുള്ള വിമർശനം CPMമാർക്ക് പോലും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അദ്ദേഹം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്, ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയുന്നത് ചില പ്രത്യേകമായ രീതിയിലാണ്. ഞങ്ങൾ RSSുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കും. അത് ഉണ്ടാക്കുന്ന അപകടം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അപകടം സംഭവിച്ചു കഴിയും. അത് ഒരു തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഓവർ കോൺഫിഡൻസിലാണ് പലപ്പോഴും കൈകാര്യം ചെയ്യുക. ആ കോൺഫിഡൻസ് വെച്ച് എനിക്ക് മാത്രം സാധ്യമാകുന്ന, എൻ്റെ ജ്ഞാനപരിധിയിൽ മാത്രമുള്ള ചില സൈദ്ധാന്തിക തലങ്ങൾ ഏതെല്ലാത്തിനുമുണ്ട്. അത് വെച്ച് എനിക്ക് എല്ലാത്തിനെയും വിശദീകരിക്കാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. അത് പക്ഷേ എന്ത് ചെയ്യുന്നു, ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ വർക്കാവാത്തതാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ചതുര രൂപമാണ് അദ്ദേഹത്തിനുള്ളത്. പിണറായി വിജയന് ആ പ്രശ്നമുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഇത്തരം ഒരു പരിപാടിക്ക് ഇറക്കി നിർത്തിയാൽ അതിൻ്റെ ഓർഗാനിക്കായ സ്വഭാവം നഷ്ടപ്പെട്ടു പോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇത് വിജയിച്ചില്ല എന്ന് മാത്രമല്ല, ആദ്യത്തെ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇത് സ്റ്റേജ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് എന്ന്. പക്ഷേ കുറച്ചുകൂടെയൊക്കെ എന്താവേണ്ടതുണ്ട്, സാധാരണ മനുഷ്യന്മാരുമായിട്ട് ഇടപെടുന്ന ദൃശ്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് അവർക്ക് മനസ്സിലായി തുടങ്ങി. റിയൽ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രധാനമാണ്. മനുഷ്യർക്കിടയിൽ നിൽക്കുക, മനുഷ്യരോട് ചേർന്ന് നിൽക്കുക, മനുഷ്യരോട് അനുതാപത്തോടെ സംസാരിക്കുക. എപ്പോഴും ഈ പറഞ്ഞ പ്രസംഗ ഭാഷ എഴുതി വെച്ചതിൽ സംസാരിക്കുക, ഞങ്ങൾ വികസനം നടപ്പിലാക്കിയിട്ടുണ്ട്, പാലം പണിതിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിന് പകരം ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആൾ, ജനങ്ങളോട് ചേർന്ന് നിൽക്കാൻ മടിയില്ലാത്ത ആൾ എന്ന ഫീല് കൊടുക്കൽ പ്രധാനമാണ്. അതിലൊരു നിരന്തരം പരാജയപ്പെടുന്ന കാണുന്നുണ്ട്. നമ്മൾ ഏറ്റവും അവസാനം കണ്ടതാണ് പിണറായി വിജയൻ ഒരു വേദിയിലേക്ക് വരുമ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം ഒരു സെൽഫി എടുത്തു ചോദിക്കുകയാണ്, ഒരു വനിത. അദ്ദേഹം അവരോട് രൂക്ഷമായി നോ പറഞ്ഞു. എന്ന് മാത്രമല്ല അദ്ദേഹം ആ ക്ഷോഭമായിട്ട് കുറച്ചുപേർ അവിടെ നിന്നു. അതെന്ത് ചെയ്തു, വലിയ തോതിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ അദ്ദേഹം ആ യുവതിയെ വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ സംഗതി ആൾക്കാരുടെ മനസ്സിൽ കിടക്കും. ഇത് പ്രധാനപ്പെട്ടതാണ്.
ഇപ്പോൾ യോഗി ആദിത്യനാഥ് ആദ്യം മുഖ്യമന്ത്രിയാകുന്ന ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ പാർട്ടി യോഗത്തിൽ പറഞ്ഞതായ ഒരു സംഗതി പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മുലായം സിംഗ് യാദവിനെ അഖിലേഷ് യാദവ് അടിച്ചു എന്ന് പ്രചരിപ്പിക്കണമെന്ന്. അല്ലാതെ ഈ അഖിലേഷ് യാദവിൻ്റെ അല്ലെങ്കിൽ BJP ഇതര സർക്കാരുകളുടെ ഭരണകാലം മോശമായിരുന്നു എന്നല്ല ഊന്നേണ്ടത്. ആ മുലായം സിംഗ് യാദവിനെ പോലെ പ്രധാനപ്പെട്ട നേതാവിനെ അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് അടിച്ചു എന്ന് പ്രചരിപ്പിക്കണം. ബാക്കി വസ്തുത ചിലപ്പോൾ പിന്നെ വന്നേക്കാം, നമുക്ക് പിന്നെ നോക്കാം. ഇത് പ്രചരിപ്പിക്കും ആദ്യം അദ്ദേഹം പറഞ്ഞ വലിയ വാർത്തയായിരുന്നു. അത് ആൾക്കാരെ സ്വാധീനിക്കും. ഇത്ര അഹങ്കാരിയായ ഒരു മനുഷ്യനാണ് ഇവൻ. അപ്പോൾ അച്ഛനെ തല്ലുന്ന ഒരാൾ എന്നതുപോലെ തന്നെ ഈ പിണറായി വിജയൻ ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ഒരു സെൽഫി എടുത്തോട്ടെ ചോദിക്കുമ്പോൾ അവരോട് എന്ത് ചെയ്യാണ്, മാറിക്കാൻ പറയാണ്. അത് ആൾക്കാരെ സ്വാധീനിക്കും. പണ്ട് പിണറായി വിജയൻ ഉണ്ടായിരുന്ന കോവിഡ് കാലത്തുണ്ടായിരുന്ന രക്ഷാകർതൃ ബിംബത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും പഴയ ആ ഒരു മോഡേൺ നേതാവിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അത് പരിഹരിക്കാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങൾ എങ്ങനെയാണ് പരാജയപ്പെടുന്നത് പറയാം. ഞാൻ പറഞ്ഞതിൻ്റെ പ്രശ്നം ഓർഗാനിക്കായി ജൈവികമായി ആളുകൾക്കിടയിൽ ഇടപെടാൻ കഴിയാതിരിക്കുകയും എല്ലാം സ്ക്രിപ്റ്റഡ് ആവുകയും എല്ലാം എഴുതിയത് വായിക്കുകയും എപ്പോഴും വളരെ സ്റ്റിഫായി സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ കുഴപ്പം ഇവർ അനുഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാറ്റം എന്ന് പറയുന്നത് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഞാൻ പറയും. ഇത് ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിന് അറിയാമല്ലോ, ഭരണം നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി വന്ന് അദ്ദേഹത്തെ ചിരിച്ചു കാണിക്കണം, അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് വർഗീയത പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും അദ്ദേഹത്തിനെതിരായിട്ടൊന്നും സംസാരിച്ചുകൂടാ, അദ്ദേഹത്തെ കാറ് കയറ്റണം, ചിരിച്ചു കാണിക്കണം, കൈ പിടിച്ച് ഉയർത്തണം എന്നൊക്കെ പിണറായി വിജയൻ അറിയാമല്ലോ. അതുപോലെ തന്നെയാണ് അടുത്തൊരാൾ ഫോട്ടോ എടുക്കാമെന്നാൽ അയാളോട് സ്നേഹത്തോടെ പെരുമാറണം എന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ചില ആൾക്കാർ പറയും പിണറായി വിജയൻ സീനിയർ ലീഡറല്ലേ, അദ്ദേഹം പ്രായമായ ആളാണ്, അദ്ദേഹത്തിൻ്റെതായ ഒരു സ്വഭാവ രീതിയില്ലേ. ആ സ്വഭാവ രീതി എല്ലായിടത്തും എടുക്കാറില്ലല്ലോ. വെള്ളാപ്പള്ളി എടുക്കാറുണ്ടോ? ഇല്ലല്ലോ, എടുക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന് അറിയാം അവിടെ വഴങ്ങണമെന്നറിയാം, വഴങ്ങിയാൽ മാത്രമേ ഭരണം കിട്ടുമെന്നറിയാം. മോദി വരുമ്പോൾ മോദിക്ക് കൈ കൊടുക്കുന്നുണ്ടല്ലോ, മോദിയെ കാണാൻ പോകുന്നുണ്ടല്ലോ, അവിടെ അദ്ദേഹത്തിൻ്റെ കർക്കശ രൂപമുണ്ടോ, വഴങ്ങേണ്ടതുണ്ട്. ഭരണത്തിന് ആ വഴക്കം ആവശ്യമാണ്. ആ വഴക്കം എന്താ ജനത്തോടില്ലാത്തത്? ആ വഴക്കം എന്തുകൊണ്ടാണ് MV ഗോവിന്ദനും അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനും ഒക്കെ ജനത്തോടില്ലാത്തതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ വഴക്കമില്ലായ്മ പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ഏജൻസികൾ നടത്തുന്ന ശ്രമങ്ങൾ സ്വാഭാവികമായിട്ടും പരാജയപ്പെട്ടു പോകും. കാരണം ബേസിക്കായിട്ട് ഈ റോൾ അഭിനയിക്കാൻ പാകപ്പെട്ട ആൾക്കാരല്ല അവർ. അപ്പോൾ ഇത് ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാഭാവികമായ പരിണതിയിൽ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ എന്തോ കോൺഗ്രസ്സുകാരുടെ ഒരു എഫേർട്ട് കാണാണ് കേട്ടോ, സ്നേഹത്തുള്ള. അല്ല, ഞാൻ പറഞ്ഞതേ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് സാധാരണ നിലയ്ക്ക് ഇത്തരം സംഗതികൾ സോഷ്യൽ മീഡിയയിലുള്ള മൊത്തം സംഗതിയും ഡ്രൈവ് ചെയ്യുക, അതിൽ ഡോമിനേറ്റ് ചെയ്യുക ഇവരായിരുന്നു. ഇവർ കൊണ്ടുവരുന്ന ഏത് സംഗതിക്കും ആ നിലയ്ക്കുള്ള പെനട്രേഷൻ കിട്ടും, അത് ഭയങ്കര ട്രെൻഡിങ് ആയി മാറും. പക്ഷേ ആ പരിപാടി നടത്തുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അയാളെ പോയി തപ്പിപ്പിടിച്ച് വീഡിയോ എടുത്ത് ഈ സംഗതി എക്സ്പോസ് ചെയ്ത് പൊട്ടിച്ച് കളഞ്ഞില്ലേ. അപ്പോൾ ഈ CPM-ൻ്റെയും ലെഫ്റ്റിൻ്റെയും ഒരു ഡോമിനേഷൻ സൈബർ സ്പേസിൽ ഇല്ലാത്തതിൻ്റെ കാഴ്ചപ്പാടെ കാണുന്നത്. കാരണം അപ്പുറത്ത് അപ്പം തന്നെ കൗണ്ടർ പണിയെടുക്കുകയാണ്. എല്ലാത്തിനും കൗണ്ടർ നെഗറ്റീവുകൾ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്, അവരും പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഇവരിപ്പോൾ ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ എക്സസൈസിൽ കൊണ്ടുവരുന്ന ഘടകങ്ങൾ, ഇതൊക്കെ ഒന്നാമത് ഭയങ്കര പരമ്പരാഗത സ്വഭാവമുള്ള കുറേ കാര്യങ്ങൾ AK സെൻറ്ററിൽ തന്നെ നേരിട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ പരിപാടി. വൻതോതിൽ തിരിച്ചടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഇനിയിപ്പോൾ കൈരളിയിൽ ഒരു വിശദീകരണം കൊടുത്തത് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഡാമേജ് അല്ല. അതിന് എനിക്കൊന്നും പിന്നാലെ നിൽക്കാതിരിക്കുകയും അതിനെ മറന്നു കളയുവാണ് CPM നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ദാവ് സാർ, കഴിഞ്ഞ ദിവസം UDF-ൻ്റെ സതീശൻ നയിക്കുന്ന ജാഥയിൽ ഇത്തരം ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സ്റ്റേജിൽ തർക്കമായിട്ട് ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലും, പക്ഷേ അവരതിനെ വിശദീകരിച്ചത് സ്നേഹത്തള്ള് എന്നൊരു പദം കൊണ്ടിട്ടാണ്. അതൊക്കെ CPM-ന് ഇപ്പോഴല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിന് ആൾക്കാരുമായിട്ട് ജനകീയമായി ഇടപെടുന്ന തരത്തിലുള്ള വീഡിയോകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് കാണാം. അതെ, ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ അതിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണ്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. അത് നമുക്ക് നിഷാദ് പറഞ്ഞാൽ അതേക്കുറിച്ച് എത്ര വിശദീകരിക്കുന്നോ അത്രയും അത് വഷളാകാനേ സാധ്യതയുള്ളൂ. ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം ഇതിൻ്റെ പ്രേക്ഷകരോട് പോലും അല്ല പറയുന്നത്. CPM-ന് മീഡിയ റൂം ഉണ്ടെങ്കിൽ, അതിൻ്റെ മീഡിയ മാനേജേഴ്സ് ഉണ്ടെങ്കിൽ അവരൊറ്റ കാര്യം ചെയ്യണം. എനിക്ക് ദയവായിട്ട് അപേക്ഷിക്കാനുള്ളത്, ഈ പറയുന്ന ഗോവിന്ദൻ മാഷി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, എന്ത് യാത്രയാണ്? വികസന മുന്നേറ്റ യാത്ര. ഈ വികസന മുന്നേറ്റ യാത്ര തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ പത്രസമ്മേളനങ്ങളും അതിൻ്റെ ക്ലിപ്പുകൾ CPIM-ൻ്റെ മീഡിയ മാനേജേഴ്സ് ദയവ് ചെയ്ത് അവരൊന്ന് കാണണം, അവരൊന്ന് പരിശോധിക്കണം. എന്നിട്ട് നിഷ്പക്ഷമായിട്ട് ജസ്റ്റ് ഒരു അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ തിയറിയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ അവർ. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്നത്, അത് ഏത് നിലക്കാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സാമാന്യ ധാരണ അവർക്ക് ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ ഈ പത്രസമ്മേളനങ്ങളെല്ലാം കാണുക. അതെന്താണ് ഈ MV ഗോവിന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിലെ ഈ ദൃശ്യങ്ങൾ കാണുന്ന, കൺസ്യൂം ചെയ്യുന്ന, വിഷ്വൽ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന മനുഷ്യരോട് അങ്ങേരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നതിനെക്കുറിച്ച് ഏറ്റവും പ്രാഥമികമായ ഒരു ആലോചന അവർ നടത്തണം. വലിയ ഈ കമ്മ്യൂണിക്കേഷൻ തിയറീസും മറ്റു കാര്യങ്ങളും അതിൻ്റെ സൈക്കോളജിക്കൽ സ്പൈറലിംഗ് ഇമ്പാക്റ്റ് ഇത്തരം സൂക്ഷ്മ പഠനങ്ങളൊക്കെ വിട്ടേക്കും. വളരെ പ്രാഥമികമായി ഈ മനുഷ്യൻ്റെ ശരീരഭാഷ,
ഇങ്ങനെ ഉപയോഗിക്കുന്ന പദാവലികൾ, ഇങ്ങേരുടെ സംസാര ശൈലി, പറയുന്ന കാര്യങ്ങൾ, മറുപടികൾ, ഇതെന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നൊരു ആലോചന അവർ നടത്തണം എന്നാണ് ഞാൻ പറയുക. അത് ഈ ഓരോ ദിവസവും ഇദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നു, ഓരോ ദിവസത്തെയും ഇദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം 1000 വോട്ടുകൾ CPM നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഒരു മാധ്യമപ്രവർത്തകനെയും ഒരു ചോദ്യം പോലും മുഴുമിപ്പിക്കാൻ അദ്ദേഹം അനുവദിക്കാറില്ല. ആ ഒരു ചോദ്യം ഫ്രെയിം ചെയ്ത് തീരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് മറുപടി വന്നിട്ടുണ്ടാവും. ആ മറുപടി എന്താണ്? പരമപുച്ഛം എന്ന് പറഞ്ഞുള്ള മറുപടി. ആ പരമപുച്ഛം എന്ന് പറഞ്ഞ മറുപടി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് വെളുക്കച്ചിരിക്കും, ഇദ്ദേഹത്തിന് വഷളായിട്ട് ചിരിക്കും. എന്നിട്ട് ആ ഫ്രെയിം ശ്രദ്ധിച്ചാൽ ഈ ഫ്രെയിമിൽ എപ്പോഴും INL ഒരു നേതാവ് ഉണ്ടാവും. അങ്ങേരുടെ ഒരേ ഒരു ഡ്യൂട്ടി എന്ന് വെച്ചാൽ അതിനേക്കാൾ വഷളായി ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ പത്രസമ്മേളനത്തിൽ ഇന്ന് കണ്ടു ഒരു ചോദ്യം വരുന്നു. ആ ചോദ്യം ഒരു ചോദ്യം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുന്നു. അതിന് വേറെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞു, അതിന് മറുപടി കഴിഞ്ഞു. ദെൻ കംസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ചോദ്യം ചോദിച്ച ആളോട് ഇദ്ദേഹം ആ ചോദ്യം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ഏതാണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഏതാ പത്രം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പത്രക്കാരൻ മാതൃഭൂമിയാന്ന് പറയുന്നു. അതിന് ചോദ്യം മനസ്സിലാവില്ല, അതുകൊണ്ട് തന്നെ ചോദ്യം മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വെളുക്കച്ചിരിക്കുന്നു. ഈ പറയുന്ന INLകാരൻ അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അതിനേക്കാൾ വെളുക്കച്ചിരിച്ചു കൊടുക്കുന്നു. ഇതാണ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. പരമപുച്ഛം പ്രസരിപ്പിക്കുക, സർവ്വ മനുഷ്യരോടുമുള്ള പരമപുച്ഛം. അത് ഈ നിഷാദ് പറഞ്ഞതുപോലെ ഈ വള്ളിക്കെട്ട് ഭാഷയിലൂടെ, ആർക്കും എളുപ്പം മനസ്സിലാകാത്ത ഭാഷയിലൂടെ ആ പരമപുച്ഛം ഇങ്ങനെ അത് പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അങ്ങേര് തന്നെ ചിരിക്കുക. അതാണ് അതിൽ തമാശ. അങ്ങേര് തന്നെ ചിരിക്കുക. കൂടെയുള്ളവർക്ക് ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ കൂടെ ചിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇത് ലക്ഷോപലക്ഷം മനുഷ്യർ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? എന്തിനായിരിക്കും ഇവരിങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ച് ഇങ്ങനെ? ഇപ്പോൾ നോക്കൂ, അപ്പുറത്ത് ജോസ് കെ മാണി യാത്ര നടത്തുന്നുണ്ട്, ബിനോയ് വിശ്വം യാത്ര നടത്തുന്നുണ്ട്, അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിനൊന്ന് നോക്കി നിന്നൂടെ? മാധ്യമങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആ മുമ്പിലിരിക്കുന്ന ആ ലേഖകൻ്റെ അതിപ്പോൾ 2 ദിവസമായി കാണുന്നുണ്ട്. ചോദ്യം ചോദിക്കുന്ന ആളുകളുടെയൊക്കെ സ്ഥാപനത്തെ ഏതാണെന്ന് ചോദിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട്. നോക്കൂ, പ്രാഥമികമായൊരു കാര്യം, ഈ ചോദിക്കുന്ന ലേഖകനോടല്ല MV ഗോവിന്ദൻ മറുപടി പറയുന്നത്. അവിടെ ഡസൺ കണക്കിന് ക്യാമറകളുണ്ട്, ലൈവ് സ്ട്രീംഡാണത്. ലക്ഷക്കണക്കിന് മനുഷ്യർ, ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കുന്നതെന്നും ഈ മനുഷ്യർ സാമാന്യ ബുദ്ധിയുള്ളവരാണെന്നും സ്വയം ചിന്തിക്കാനുള്ള ശേഷിയുള്ളവരാണെന്നും സാധാരണ ഇദ്ദേഹം പാർട്ടി ക്ലാസ് എടുക്കുന്ന ആളാണ്. പാർട്ടി ക്ലാസ്സിൽ അച്ചടക്കത്തോടെ വന്നിരിക്കുന്ന സഖാക്കൾ മാത്രമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഈ മനുഷ്യർ, ചിന്തിക്കുന്ന മനുഷ്യർ, ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന മനുഷ്യരാണെന്നും 1 മാസം കഴിഞ്ഞാൽ ഇവരാണ് പോളിംഗ് ബൂത്തിലേക്ക് വരുന്നതെന്നൊക്കെ ഉള്ളൊരു മിനിമം ധാരണ വേണ്ടേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇനിയിപ്പോൾ കഴിയാനായോ? ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പാർട്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ, അവരാണല്ലോ വിഷ്വൽ മീഡിയയിൽ കൂടുതൽ എൻഗേജ് ചെയ്യുന്നത്. അവരിത് കണ്ടുകൊണ്ട് ഇതിന് താഴെ വരുന്ന കമൻറ്റുകളെങ്കിലും അവർക്കൊന്ന് വായിച്ചു നോക്കിക്കൂടെ? ഇതിന് താഴെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ, പല പ്ലാറ്റ്ഫോമുകളിൽ ഇത് വരുന്നത് താഴെ ആയിരക്കണക്കായ മനുഷ്യർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ മീഡിയ റൂമിലിരിക്കുന്ന ആളുകൾ, മീഡിയ മാനേജേഴ്സ് അതൊന്ന് നോക്കിയിട്ട് ഒന്ന് അലേർട്ട് ചെയ്യണ്ടേ? മാഷ് ഇങ്ങനെ സംസാരിക്കരുത്, മനുഷ്യരോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യരാണ് ഇവിടെ, അന്തസ്സുള്ള മനുഷ്യരാണ് ഇവിടെ. ഈ പത്രലേഖകർ അവരൊരു തൊഴിൽ ചെയ്യുകയല്ലേ? അപ്പോൾ ചോദ്യം ചോദിക്കാനുള്ള അവരുടെ ഉത്തരവാദിത്തമല്ലേ? അവരോടും പരമപുച്ഛം പ്രസരിപ്പിക്കുക. ആ പരമപുച്ഛം ആ ലേഖകൻ്റെ മേത്ത് മാത്രമല്ല കൊള്ളുന്നത്, കേരളത്തിലെ മനുഷ്യരുടെ മേത്താണ് എന്ന് മനസ്സിലാവണ്ടേ? അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന നാടകം കൂടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നം അപ്പുറത്തില്ല, അതും കൂടെ മനസ്സിലാക്കണം. ജോസ് കെ മാണി എത്ര ഗംഭീരമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബിനോയ് വിശ്വം എത്ര ഗംഭീരമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്കിലും പഠിക്കുവാൻ ഞാൻ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന കലാപരിപാടി എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഗോവിന്ദൻ മാഷും അദ്ദേഹത്തിൻ്റെ മീഡിയ മാനേജേഴ്സും ഈ ദിവസമെങ്കിലും ഒരു പുനരാലോചന നടത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്, മൊയ്തീൻ വെച്ച് നടത്തിയ ഈ പരിപാടി ഒരു നാടകം തന്നെയാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുത്തുന്നത്.
CPM പറഞ്ഞിട്ടുള്ള ഇത്തരം പരിപാടികൾ. അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് പിൻവാങ്ങുന്നതായിരിക്കും നന്നാവുക.